ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. കമ്പനി ബോർഡ് LGSന്റെ നോട്ടിഫിക്കേഷൻ വന്നു. കുറെ സംശയങ്ങൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഒരു ചെറിയ ഒരു ഡ്യൂറേഷനുള്ള ഒരു വീഡിയോയിലൂടെ കമ്പനി ബോർഡ് LGSനെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ മാസം 29-ാം തീയതിയാണ് കമ്പനി ബോർഡ് LGSനെ കുറിച്ചുള്ള വിജ്ഞാപനം PSC പുറപ്പെടുവിക്കുന്നത്. 30-ാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ഒരു ദിവസം മുമ്പേ തന്നെ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോ എത്ര അപേക്ഷകരാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്, എന്താണ് നിലവിലെ നിയമനങ്ങൾ എന്നൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിനോടൊപ്പം സിലബസും ഇതെങ്ങനെ പഠിച്ചെടുക്കാം എന്നതിനെ കുറിച്ചാണ് ചെറിയൊരു വിവരങ്ങളാണ് നമ്മളിന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ. അതിനോടൊപ്പം നമുക്കൊരു സന്തോഷ വാർത്തയും. അപ്പോൾ നമുക്ക് കമ്പനി ബോർഡ് LGSനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് കേൾക്കാം. അപ്പോ ആ നോട്ടിഫിക്കേഷനിലെ പ്രധാനപ്പെട്ട പ്രസക്ത ഭാഗങ്ങൾ: നെയിം ഓഫ് ദ ഫേം തന്നിട്ടുണ്ട്. വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ്, കോർപ്പറേഷൻസ്, അതേപോലെ തന്നെ ബോർഡ്. അപ്പോൾ അവിടെയാണ് നമുക്ക് നിയമനം ലഭിക്കുക. പോസ്റ്റിന്റെ പേര് LGS എന്നാണ്. സ്കെയിൽ ഓഫ് സാലറി എന്ന് പറയുന്നത്, സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് നമുക്ക് എവിടെയാണോ നമുക്ക് പോസ്റ്റിംഗ് ആവുന്നത്, ഏത് കമ്പനിയിലാണ്, ഏത് ബോർഡിലാണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് സ്കെയിൽ ഓഫ് സാലറി മാറും. അതുകൊണ്ട് ഒരു പെർമനന്റ് സാലറി നമുക്ക് പറയാൻ കഴിയില്ല. എന്നാലും ഒരു 30,000 ആ ഒരു റേഞ്ചിലുള്ള ഒരു സാലറി സ്കെയിൽ, 25 to 30,000 ഒരു സാലറി സ്കെയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്പർ ഓഫ് വേക്കൻസീസ് എത്രയാണ്? കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും ഏകദേശം 2472 ആണെന്ന് തോന്നുന്നു. 2400-നും 2500-നും ഇടയിൽ 2500 ഓളം അപ്പോയിന്റ്മെന്റ് നടന്നിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് ആണ് ഞാൻ ഈ പറയുന്നത്. 2400-നും 2500-നും ഇടയിലാണ്. അപ്പോൾ അത്രയും അപ്പോയിന്റ്മെന്റ് നടന്നിട്ടുണ്ട്. നിലവിൽ ഈ ഒരു കമ്പനി ബോർഡ് LGSല് ഏകദേശം ഒരു 3000-ഓളം ആൾക്കാർക്ക് ജോലി കിട്ടും. ഇതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. 3000-ഓളം പേർക്ക് ജോലി നിർബന്ധമായിട്ടും ഉണ്ടാവും. ഇനി അതിനകത്ത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് എന്ന് പറഞ്ഞാൽ 18-നും 36-നും ഇടയിലാണ്. അതിന് വയസ്സും കാറ്റഗറിയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. SC ST കാരുടെ കാര്യങ്ങളൊക്കെ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സാധാരണ നമുക്കറിയാം, കമ്പനി ബോർഡ് LGSന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോ 7ാം ക്ലാസ് പാസ്സാവണം. പാസ് ഇൻ സ്റ്റാൻഡേർഡ് 7 ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ. 7ാം ക്ലാസ്സോ അല്ലെങ്കിൽ അതിന്റെ തത്തുല്യമായ യോഗ്യതയോ ഉണ്ടാവണം. അതുപോലെ തന്നെ നോളജ് ഓഫ് സൈക്ലിംഗ്. ഓക്കെ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. 7ാം ക്ലാസ് വരെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് പരീക്ഷ എഴുതാനുള്ള യോഗ്യത ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ അങ്ങനെ അല്ല. ഇപ്പോ നമുക്ക് ഡിഗ്രിക്കാർക്കും PG ഉള്ളവർക്കും ഒക്കെ ഈ പരീക്ഷ എഴുതാൻ കഴിയും. അപ്പോ മത്സരം കുറച്ചുകൂടി കഠിനമാകും എന്നാണ് അർത്ഥം. 7ാം ക്ലാസ് യോഗ്യതയാണ് ഇതിന് മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഡിഗ്രി ഉള്ളവരും അതേപോലെ PG ഉള്ളവരും ഒക്കെ എഴുതുകയും ചെയ്യും. എന്തായാലും ഇതൊരു വലിയൊരു അവസരമാണ്. ഡിഗ്രി ഉള്ളവർക്കും PG ഉള്ളവർക്കും ഒക്കെ അവർക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള എക്സാം അവർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തതുണ്ടെങ്കിൽ അവരെല്ലാവരും ഇതിനകത്ത് അപ്ലൈ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവരെല്ലാവരും അപ്ലൈ ചെയ്യും. അപ്പോഴത്തേക്കും ഈ മത്സരം 7ാം ക്ലാസ് യോഗ്യത മാത്രമുള്ള അല്ലെങ്കിൽ 10ാം ക്ലാസ്സിന് താഴെ യോഗ്യതയുള്ള ഒരാളിന് അവരുടെ അത്താണിയായിരുന്ന ഒരു പരീക്ഷയാണ്. ആ പരീക്ഷയിൽ അവരും കുറെ കൂടിയൊക്കെ പഠിക്കേണ്ടി വരും. കാരണം 8 ലക്ഷത്തോളം പേര്, 8 മുതൽ 10 ലക്ഷത്തോളം പേര് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യും എന്നാണ് പ്രതീക്ഷ. PSCയുടെ പ്രതീക്ഷ അങ്ങനെ തന്നെയാണ്. 8 ലക്ഷത്തോളം പേര് ഇതിനകത്ത് അപ്ലൈ ചെയ്യും. കഴിഞ്ഞ തവണ LGS ലിസ്റ്റിൽ നിന്നും ഏകദേശം 2500-ഓളം പേർക്ക് ജോലി കിട്ടി. 2500-ഓളം. ഇപ്പൊ പ്രതീക്ഷിക്കാവുന്ന നിയമനങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം 3000-ഓളം പേർക്ക് നിയമനം ലഭിക്കും എന്നാണ് പ്രതീക്ഷ. ഇനി വേറൊരു കാര്യം പറയേണ്ടത് ഇതിന്റെ സിലബസിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഒരു LGS എന്ന് പറയുമ്പോൾ പൊതുവെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു വലിയ സന്തോഷം തരുന്ന, ഒരു ആനന്ദം തരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരിക്കും. ഇപ്പൊ പൊതുവിജ്ഞാനത്തിന് 40 മാർക്കാണ്. GK-യിൽ നിന്ന് 40 മാർക്ക്. അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും, ഹിസ്റ്ററി ഉണ്ടാവും, ജോഗ്രഫി ഉണ്ടാവും, മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ പൊതുവിജ്ഞാനത്തിന് 40 മാർക്ക്. ഈ സിലബസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. എന്നിരുന്നാലും ഒരു ഔട്ട്ലൈൻ പറയുകയാണ്.
കറണ്ട് അഫെയർ 20 മാർക്ക്, അതൊരു ഭയങ്കര മാർക്കാണ്. 20 മാർക്ക് എന്ന് പറയുമ്പോൾ ഡെയിലി കറണ്ട് അഫെയർ, മന്ത്ലി കറണ്ട് അഫെയർ നമ്മൾ പഠിക്കണം. പക്ഷേ മന്ത്ലി ആയിട്ട് പഠിക്കുമ്പോൾ ഡെയിലി കറണ്ട് അഫെയർസ് എടുത്തിട്ട് പഠിക്കണം. അത് ഭയങ്കര നിർബന്ധമാണത്. 20 മാർക്ക് കറണ്ട് അഫെയർ എന്ന് പറയുമ്പോൾ ഈ പരീക്ഷയുടെ ഗതിവിഗതികൾ തീരുമാനിക്കുന്ന വിഷയം ഒരുപക്ഷെ ആനുകാലികം, അതായത് ഈ കറണ്ട് അഫെയർസ് ആയിരിക്കും. അതുകൊണ്ട് അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. അപ്പൊ ഈ ഒരു 2 കാര്യങ്ങളും നോക്കണം. സയൻസിന് 10 മാർക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ നിന്ന് 10 മാർക്കാണ് ഉണ്ടാവുക. നമുക്കറിയാം ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും കടലുപോലെ ഇങ്ങനെ കിടക്കുകയാണ്. അതിൽ നിന്ന് 10 മാർക്ക് എന്ന് പറയുമ്പോൾ അത്രയും പഠിച്ചാലല്ലേ നമുക്ക് 10 മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ അതൊരു വലിയ വിഷയമാണ്. ഇനി അടുത്തത് പൊതുജനാരോഗ്യം, അതും സയൻസിന്റെ കൂടെ നമുക്ക് കൂട്ടാം. ഓക്കെ, സയൻസും കറണ്ട് അഫെയറും ലയിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ പൊതുജനാരോഗ്യം എന്ന് പറയുന്ന സാധനം. ഇത് നമുക്ക് പഠിക്കണം, 10 മാർക്കുണ്ട്. പിന്നെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി, ലഘു ഗുണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയും, ഇത് ഒരു 10 മാർക്ക്, 20 മാർക്ക്. അങ്ങനെ വരുമ്പോൾ 100 മാർക്കിനാണ് നമ്മുടെ പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് എത്ര കട്ട് ഓഫ് പ്രതീക്ഷിക്കാം, എത്ര മാർക്കായിരിക്കും പ്രതീക്ഷിക്കുക? കഴിഞ്ഞ തവണത്തെ ഒരു രീതി അനുസരിച്ച് ഏകദേശം ഒരു 76 മാർക്ക്, 76, 80-ന് താഴെയായിരുന്നു കട്ട് ഓഫ് എങ്കിൽ ഇത്തവണ കട്ട് ഓഫ് എന്ന് പറയുന്നത് അതിനേക്കാളും എന്ത് ചെയ്യും, അതിനേക്കാളും കൂടും. അപ്പൊ നമുക്കൊരു പ്രതീക്ഷിക്കാവുന്ന ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 80-നും ഒരു 85-നും ഇടയിൽ നമുക്ക് കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. എത്രയാണ്? 80-നും 85-നും ഇടയിലുള്ള ഒരു കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. 90+ മാർക്ക് വാങ്ങാൻ പറ്റിയാൽ ഈ ജോലി നിങ്ങളുടെ പോക്കറ്റിലിരിക്കും. 80-നും 85-നും ഇടയിലാണ് നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാവുന്ന ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത്. നമ്മൾ അതിനു വേണ്ടി പഠിക്കുക. ഇനി ഈ സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുവിജ്ഞാനം, ആനുകാലികം, സയൻസ്, പൊതുജനാരോഗ്യം, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി, ഇത് നമ്മൾ എല്ലാ PSC പരീക്ഷകളിലും കാണുന്ന വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. പക്ഷെ ഇത് പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മളോടൊപ്പം ഈ യോഗ്യത കൂടിയ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കൂടി ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കിക്കോണം. നന്നായിട്ട് പഠിക്കണം. പരീക്ഷ PSC പരീക്ഷകളുടെ LGSന് സാധാരണ ഒരു എന്താ പറയുക, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും മിക്കവാറും വരിക, ഒരു ആവറേജ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ബിലോ ആവറേജ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. ഭയങ്കര ടഫ് എന്ന് പറയുന്ന ഒരു നിലവാരത്തിലോട്ടൊന്നും അങ്ങനെ LGSന്റെ പരീക്ഷകൾ വരാറില്ല. എന്നിരുന്നാൽ കൂടിയും ഇപ്പോ നടന്നു വരുന്ന പരീക്ഷകളുടെ പാറ്റേൺ അനുസരിച്ച് കുറച്ച് ടഫ് ആക്കിയാൽ പോലും നമുക്കതൊരു ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ മാറണം. ഒരു പരീക്ഷ വന്നതിന് ശേഷം വന്നു കഴിഞ്ഞിട്ട് അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ നേടും എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഈ പരീക്ഷ നമ്മൾ നേടണം. നല്ല ഉറപ്പോടുകൂടി, നല്ല ആത്മാർത്ഥമായിട്ട് നമ്മൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കണം, പഠിക്കണം. ഓരോന്നിന്റെയും നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് 10 ക്വസ്റ്റ്യൻ 100 ക്വസ്റ്റ്യൻ അങ്ങനെ പഠിച്ചതൊന്നും കാര്യമില്ല. ടോപ്പിക് എടുക്കുക, സിലബസ് എടുക്കുക, സിലബസിനകത്തിരിക്കുന്ന ഓരോ ഇതും വ്യക്തമായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് വളരെ പ്രധാനമാണ്. അത് നിർബന്ധമായിട്ടും പഠിക്കുക. പിന്നെ പഠിക്കുന്നത് മറന്നു പോകുന്നു, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് പിന്നീട് ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. എന്തായാലും ഈ ഒരു കമ്പനി ബോർഡ് LGSന്റെ സിലബസ് കവർ ചെയ്തുകൊണ്ട് നമ്മളൊരു ക്ലാസ് നമ്മുടെ യൂട്യൂബിൽ ആരംഭിക്കുകയാണ്. അടുത്ത ദിവസം മുതൽ കമ്പനി ബോർഡ് LGSുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ വിശദീകരണവും ഒക്കെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സിനെ ഉൾപ്പെടുത്തുക. അതിനോടൊപ്പം തന്നെ Q&A എന്ന് പറയുന്ന ഒരു സെഷനും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് തമ്പനയിൽ ഈ പറയുന്ന രീതിയിലുള്ള കമ്പനി ബോർഡ് LGSുമായി ബന്ധപ്പെട്ട ക്ലാസ് 1, ക്ലാസ് 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഇനി വേറൊരു കാര്യം കൂടെ നിങ്ങളോട് പറയേണ്ടത്, ഇതാണ് നിങ്ങൾക്ക് വേണ്ടി പറയാൻ വെച്ചിരുന്ന സന്തോഷ വാർത്ത എന്ന് പറയുന്നത്, കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ട് നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനും റിയാസ് സാറും അതുപോലെ തന്നെ ബിജു സാറും സലീം സാറും ഒക്കെ ചേർന്ന്, ഹക്കീം സാറും ഒക്കെയുള്ള ഒരു നല്ല ഗംഭീരമായ ഒരു ബാച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ അധ്യാപകരുടെ മാത്രമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു സബ്ജക്ട് പഠിപ്പിച്ച് ഒരു 10 അല്ലെങ്കിൽ 20 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു PSC അധ്യാപകനെയാണ് നമ്മൾ ഈ ഒരു കമ്പനി ബോർഡ് LGSന്റെ ക്ലാസ്സിന് കൊണ്ടുവന്നിട്ടുള്ളത്. ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. എല്ലാ ആഴ്ചകളിലും വീക്ക്ലി ടെസ്റ്റ് പേപ്പറുകൾ ഉണ്ടാവും. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ടോപ്പിക് പഠിക്കാൻ തരും. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ആഴ്ചയിൽ ഒരു ദിവസമാണ് എക്സാം ഉണ്ടാകും. സ്റ്റഡി മെറ്റീരിയലും നോട്ടും PDF നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളുടെ എല്ലാം നോട്ടും കൂടി ആ ഒരു വീഡിയോയ്ക്കകത്ത് ഉണ്ടാവും. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാം. അതേപോലെ തന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാം, ചോദിക്കാനുള്ള ഒരു ഇതുണ്ട്. SCRT ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും ടെക്സ്റ്റ് വെച്ച് തന്നെ വളരെ വിശദീകരിച്ച് നിങ്ങൾക്ക് ക്ലാസ് തരും. അതിന്റെയും PDF നോട്ട് തരും.
അതേപോലെ തന്നെ റെക്കോർഡ്, അതുപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ LP UP കഴിഞ്ഞ LDCയിൽ ഞങ്ങൾ നേടിയെടുത്ത വിജയങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് യൂട്യൂബിലൂടെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വളരെ റെക്കോർഡ് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു എക്സാം വിന്നിംഗ് സ്ട്രാറ്റജി നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ കുട്ടികളെയും നമ്മുടെ ഈ ഒരു ബാച്ചിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കിപ്പോ ഒരു ഓഫറിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് കൊടുക്കുന്നത്. 3000 രൂപയാണ് ഇതിന്റെ ആക്ച്വലി ഇതിന്റെ ഒരു ഫീ എന്ന് പറയുന്നത്. ഇപ്പൊ 1999 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു കോഴ്സ് കൊടുക്കുന്നത്. ഏകദേശം 1500ഓളം വീഡിയോ ക്ലാസ്സുകളുണ്ട്. ഒരു 90ഓളം ദിവസം കൊണ്ട് വളരെ വ്യക്തമായി പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സ്റ്റഡി പ്ലാൻ കൂടി ഇതിനോടൊപ്പം കിട്ടും. അതിനോടൊപ്പം മോട്ടിവേഷനും ലൈവ് ക്ലാസ്സും ഒക്കെ കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ 9995 ഇതിന്റെ പേഴ്സണൽ നമ്പറാണ്. ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാം. നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി. നിങ്ങൾക്ക് ഈ ഒരു ഹാജാസ് ക്ലാസ്സസിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോ നമുക്ക് അടുത്ത ദിവസം മുതൽ കമ്പനി ബോർഡ് LGSന്റെ മുഴുവൻ ടോപ്പിക്കുകളും വളരെ ഭംഗിയായി പഠിച്ചു തുടങ്ങാം. കമ്പനി ബോർഡ് LGSന്റെ ക്ലാസ്സുകളിൽ നമ്മുടെ ഹാജാസ് ക്ലാസ്സസിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ആ ക്ലാസ്സുകൾ കാണണം. മറ്റുള്ള ക്ലാസ്സുകളുമായിട്ടൊക്കെ നിങ്ങൾ അതിനെ താരതമ്യം ചെയ്യണം, എത്രത്തോളം നിലവാരമുണ്ട് എന്ന് മനസ്സിലാക്കണം. അതിനുശേഷം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.